കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് PP ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറേറ്റ് ജീവനക്കാരുടെ സ്ഥിരീകരണം. PP ദിവ്യ ചടങ്ങിലെത്തിയത് ക്ഷണിക്കാതെയാണെന്ന് സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C ജിനേഷ് മൊഴി നൽകി. ദിവ്യയുടെ പ്രസംഗത്തിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായി. നവീൻ ബാബു കൈക്കൂലി വാങ്ങാറില്ലെന്നും C ജിനേഷിന്റെ മൊഴി. നവീൻ ബാബുവും ജില്ലാ കളക്ടറും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ലെന്നാണ് നവീൻ ബാബുവിന്റെ CA റീന PR-ന്റെ മൊഴി. സ്ഥലം മാറ്റം ലഭിച്ചിട്ടും നവീൻ ബാബുവിനെ പത്തനംതിട്ടയിലേക്ക് പോകാൻ കളക്ടർ അനുവദിച്ചില്ല. പത്തനംതിട്ട കളക്ടർ ആവശ്യപ്പെട്ടിട്ടും കണ്ണൂർ കളക്ടർ വഴങ്ങിയില്ലെന്നും മൊഴി. കളക്ടറേറ്റ് ജീവനക്കാരുടെ മൊഴിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ഇതിൽ ഈ കളക്ടറും നവീൻ ബാബുവുമായുള്ള ബന്ധമൊക്കെ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇതിൽ അന്വേഷണം കളക്ടറിലേക്ക് കൂടി നീങ്ങണം, എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് കണ്ടെത്തണമെന്ന് ഭാര്യ മഞ്ജുഷ വരെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന് ഈ ജീവനക്കാരന്റെ മൊഴി തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. കാരണം ഈ കളക്ടർ വരുന്നുണ്ടോ പരിപാടിക്ക് എന്ന് ചോദിച്ചു എന്ന് ദിവ്യ പറയുന്നു. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ ദിവ്യയുടെ സഹായി കളക്ടറുടെ സഹായിയുടെ ഫോണിലേക്ക് നിരന്തരം വിളിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പരിപാടി തുടങ്ങിയോ എന്നറിയാൻ. അതിനുശേഷമാണ് ദിവ്യ ആ പരിപാടിക്ക് വന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഈ റിപ്പോർട്ടിൽ തന്നെ അതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പുതിയ മൊഴി, ഈ ജീവനക്കാരന്റെ മൊഴി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഒപ്പം തന്നെ ഈ കളക്ടറും നവീൻ ബാബുവും തമ്മിലുള്ള ബന്ധം അത് എത്രത്തോളം നിർണായകമാണ് റോഷിബാൽ? റോഷ്നി, ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ കളക്ടറിലെ ജീവനക്കാർ നൽകിയ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഈ മൊഴി പുറത്തു വരുന്നതോടെ ജില്ലാ കളക്ടർ കൂടി സംശയമുനയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കളക്ടറിലെ ജീവനക്കാർ നൽകുന്ന മൊഴികൾ 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതായി ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഒരുപോലെ മൊഴി നൽകുന്നു. അങ്ങനെ കൈക്കൂലി കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനല്ല നവീൻ ബാബു എന്നാണ് ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ, ഏറെക്കാലമായി ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകരൊക്കെ ഒരേ സ്വരത്തിൽ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, വിഷമങ്ങൾ പറഞ്ഞാൽ തിരിച്ചു സഹായിക്കുന്ന, കൈയയച്ച് സഹായിക്കുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിത്വം കൂടിയാണ് നവീൻ ബാബു എന്ന സഹപ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്, അത്രയും സഹാനുഭൂതിയുള്ള മനുഷ്യനാണ്. പരാതികൾ വന്നാൽ, ഫയലുകൾ വന്നാൽ അത് വളരെ വിശദമായി പരിശോധിച്ച് അതിൽ ആവശ്യമായ തിരുത്തലുകൾ നിർദ്ദേശിക്കുന്ന ഒരു സ്വഭാവം കൂടി നവീൻ ബാബുവിനുണ്ട്. അങ്ങനെയുള്ള ഒരു മികച്ച ഉദ്യോഗസ്ഥനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പൂർണ്ണമായും സഹപ്രവർത്തകർ നിഷേധിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ PP ദിവ്യ, അന്നത്തെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കൂടിയായ PP ദിവ്യയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ലെന്ന് പറയുന്നത് സ്റ്റാഫ് കൗൺസിലിൻ്റെ സെക്രട്ടറിയാണ്. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി C ജിനേഷാണ് ഈ പരിപാടി ഏകോപിപ്പിച്ചത്. അങ്ങനെയുള്ള ജിനേഷ് തന്നെ പറയുന്നു പരിപാടിയിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടേ ഇല്ലെന്ന്. മാത്രവുമല്ല, ദിവ്യ അവിടെ എത്തുകയും നവീൻ ബാബുവിനെ അപമാനിക്കുന്ന തരത്തിൽ പ്രസംഗിക്കുകയും ചെയ്തതിന് പിന്നാലെ നവീൻ ബാബു ദുഃഖിതനായി കാണപ്പെട്ടു എന്ന് പറയുന്നു. അതിന് പിന്നാലെ നവീൻ ബാബു ഈ പരിപാടി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ നൽകിയ മൊമെൻ്റോ പോലും എടുക്കാതെയാണ് തിരിച്ചുപോയത്. ആ വിഷമത്തിൻ്റെ പിന്നാലെയാണ് മടങ്ങുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ, മറ്റൊന്ന് ADM-ന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് റീനയുടെ മൊഴിയാണ്. അത് വളരെ ഗൗരവമുള്ളതാണ്. നേരത്തെ തന്നെ ജില്ലാ കളക്ടറുമായി ചില അസ്വാരസ്യങ്ങൾ നവീൻ ബാബുവിനുണ്ടെന്ന് തെളിയിക്കുന്ന മൊഴിയാണ്. ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് സമയത്ത് വൈകി ജോലിയിൽ പ്രവേശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഷോക്കോസ് നോട്ടീസ് നൽകിയെന്നത്. മറ്റൊന്ന്, വാരാന്ത്യ സമയത്ത് നാട്ടിലേക്ക് പോയി തൻ്റെ 2 പെൺമക്കളെയും ഭാര്യയെയും കാണാൻ പോലും ജില്ലാ കളക്ടർ അനുവദിച്ചിരുന്നില്ല. അതിൽ വലിയ ദുഃഖം നവീൻ ബാബു പങ്കുവെച്ചു എന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിലെ അവധി അപേക്ഷ നൽകിയാൽ ജില്ലാ കളക്ടർ അത് തുടർച്ചയായി നിരസിക്കുന്നതാണ് പതിവ്. അതിലാണ് നവീൻ ബാബു ദുഃഖം പ്രകടിപ്പിച്ചത്. അങ്ങനെ വലിയ ക്രൂരമായ വേട്ടയാടലുകൾ ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നവീൻ ബാബു ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന സൂചന കൂടി ഈ മൊഴികളിലുണ്ട്. ഒരു ഘട്ടത്തിൽ പത്തനംതിട്ടയിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ ആ സ്ഥലം മാറ്റത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വിടുതലിന് പോലും അനുവദിച്ചില്ല ജില്ലാ കളക്ടർ. പകരം ആൾ വരട്ടെ, എന്നാൽ മാത്രമേ പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നായിരുന്നു ജില്ലാ കളക്ടറുടെ നിലപാട്. അങ്ങനെ പത്തനംതിട്ട ജില്ലാ കളക്ടർ നേരിട്ട് കണ്ണൂർ ജില്ലാ കളക്ടറെ വിളിച്ചിട്ട് പോലും വഴങ്ങാൻ കണ്ണൂർ ജില്ലാ കളക്ടർ തയ്യാറായില്ല. ഇതൊക്കെ കണ്ണൂർ ജില്ലാ കളക്ടറെ സംശയമുനയിലാക്കുന്ന മൊഴികളാണ്. കണ്ണൂർ ജില്ലാ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ജില്ലാ കളക്ടറെ കുരുക്കുന്ന മൊഴികൾ നൽകിയിരിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള പൂർണ്ണമായും ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു എന്ന് വ്യക്തം. മാത്രവുമല്ല, അഴിമതിക്കാരനല്ല നവീൻ ബാബു എന്ന് പറയുന്നു.
ഇങ്ങനെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യക്ക് കാരണം അഴിമതിയാണെന്നടക്കമുള്ള ദുരാരോപണങ്ങൾ ഉയർത്തിയതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെയാണ് ലാൻഡ് റവന്യൂ കമ്മീഷൻ ഒരിക്കൽ കൂടി പറയുന്നത് അടിയന്തരമായി ഇതിൽ ഒരു പുനരന്വേഷണം വേണം. അങ്ങനെ ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ, പൂർണ്ണമായും ഈ മരണത്തിൻ്റെ കാരണം കണ്ടെത്താൻ കഴിയുകയുള്ളെന്ന് എ ഗീത ഈ റിപ്പോർട്ടിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടാണ് എ ഗീത തൻ്റെ റിപ്പോർട്ട് ഉപസംഹരിക്കുന്നത്. റോഷിപാൽ, തീരുന്നില്ല. ഈ ജീവനക്കാരുടെ മൊഴി മാത്രമല്ല, ADMന്റെ ഡ്രൈവർ M ഷംസുദ്ദീന്റെ മൊഴി കൂടിയുണ്ട്. അതിങ്ങനെയാണ്: നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിയല്ല. നവീൻ ബാബു കൈക്കൂലി വാങ്ങുന്നത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പോഴും കൂടെയുള്ള ഡ്രൈവറാണ് ഇതെല്ലാം തള്ളിപ്പറയുന്നത്. റോഷിപാൽ, അപ്പോൾ കൂടെയുള്ള ജീവനക്കാരും ഡ്രൈവറും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നവീൻ ബാബുവിനെ കുറിച്ച് നല്ല വാക്കുകൾ പറയുമ്പോൾ മാത്രമല്ല, നമ്മൾ നവീൻ ബാബുവിൻ്റെ ആ മരണത്തിന് ശേഷം ആ നാട്ടിൽ പോയി ചില പ്രതികരണങ്ങൾ തേടിയപ്പോൾ തന്നെ ആ പ്രദേശവാസികളുടെ പ്രതികരണം നമ്മൾ ഓർക്കുകയാണ്. ഇദ്ദേഹം ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയോ എന്ന് ഞെട്ടലോടുകൂടിയാണ് കേട്ടതെന്ന് പറഞ്ഞ ചില പ്രതികരണങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവരെല്ലാവരും നവീൻ ബാബുവിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്താണ് റോഷിപാൽ? റോഷ്നി, ഈ ഡ്രൈവർ ഷംസുദ്ദീൻ്റെ മൊഴിക്കും വലിയ പ്രാധാന്യമുണ്ട്. കാരണം ADM ആയി നവീൻ ബാബു ചുമതല ഏറ്റെടുത്തത് മുതൽ ഈ ഷംസുദ്ദീൻ തന്നെയാണ് ഔദ്യോഗിക വാഹനത്തിൻ്റെ ഡ്രൈവർ. ഷംസുദ്ദീനാണ് അവസാനമായി ഈ ഒരിടത്തേക്ക് നവീൻ ബാബുവിനെ എത്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പകുതി സ്ഥലത്തിറങ്ങി അവിടെ സുഹൃത്തിനെ കാണാനുണ്ടെന്ന് പറഞ്ഞ് ഷംസുദ്ദീനെ മടക്കി അയക്കുകയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ നവീൻ ബാബു ഒരുപക്ഷെ ജീവനൊടുക്കാൻ തയ്യാറെടുത്തോ എന്നൊരു സംശയമുണ്ട്. പക്ഷേ നവീൻ ബാബുവിൻ്റെ മരണം ഇപ്പോഴും അത് സാധാരണ മരണമല്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണം. എങ്കിൽ പോലും ഇതിൽ ഷംസുദ്ദീൻ്റെ മൊഴിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ സമയം ഒപ്പമുള്ള ഷംസുദ്ദീൻ പോലും പറയുന്നു നവീൻ ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെറ്റാണ്. അങ്ങനെ ഒരു കൈക്കൂലി വാങ്ങുന്ന, അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥനല്ല നവീൻ ബാബു. നേരത്തെ NOC വൈകിയ ചില സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെ അപേക്ഷകരുമായി സംസാരിച്ചപ്പോൾ നവീൻ ബാബു അവരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല. ആ കാലതാമസം വന്നത് നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്ന് ആ അപേക്ഷകർ പോലും സമ്മതിക്കുന്നു. മാത്രവുമല്ല, ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട NOC നൽകാൻ താമസിച്ചിട്ടില്ലെന്ന് കൃത്യമായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിന് കാരണമായത് PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ആ രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം മാത്രമാണോ? അതിൻ്റെ പിന്നാലെ കലക്ടറുടെ പീഡനം കൂടിയുണ്ടോ എന്നതടക്കം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുകയും കലക്ടറെ ഇപ്പോൾ ആ കേസിൽ ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഒരു നടപടി പോലും കലക്ടർക്കെതിരെ ഉണ്ടായിട്ടില്ല. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ നൽകിയിരിക്കുന്ന മൊഴി കൃത്യമായി പരിശോധിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് എത്തിക്കുന്നതിൽ കലക്ടറുടെ പങ്കുണ്ടോ എന്ന സംശയമുണ്ട്. കാരണം കലക്ടർ ഇടക്കാലത്ത് നവീൻ ബാബുവിനെ ജോലി സ്ഥലത്ത് മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തം. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കലക്ടർക്കെതിരെയുള്ള അന്വേഷണത്തിൻ്റെ പ്രാധാന്യവും വർദ്ധിക്കുന്നത്. ഏതായാലും ഏത് ഏജൻസിക്ക് വേണമെങ്കിലും ഈ റിപ്പോർട്ട് പരിശോധിച്ച് അന്വേഷണം നടത്താമെന്ന് റവന്യൂ മന്ത്രി K രാജൻ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നിയമ നടപടിയുമായി വലിയ പോരാട്ടത്തിലേക്ക് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കളക്ടറേറ്റിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും നവീൻ ബാബു സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ സ്ഥിതിയിൽ ഇത് ഗൗരവത്തോടെ തന്നെ ഈ റിപ്പോർട്ട് പരിശോധിച്ച് അതിൽ തുടരന്വേഷണത്തിലേക്ക് സർക്കാർ അതിനുള്ള നിർദ്ദേശം പോലീസിന് നൽകുമോ എന്നതാണ് ഉറ്റുനോക്കേണ്ടത്.